ാണ് ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനത് ഗൾഫിൽ കണ്ടിട്ടുണ്ട്. വിത്തിൻ 3 months 4 months കൊണ്ട് കംപ്ലീറ്റ് ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞ് ബിൽഡിങ്ങിൻ്റെ പണി തീർത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഒരു കോമ്പൗണ്ട് വാൾ ചെയ്യണം. അതിൻ്റെ കൺസൾട്ടൻറ്റ് ടാറ്റ ഗ്രൂപ്പാണ്. എല്ലാ സെറ്റപ്പും അഷർബുക്ക ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽസിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും 100%. സാറ് തന്ന ഈ 15,000 രൂപയും സാറിൻ്റെ വർക്കേഴ്സും അത് വെച്ചാണ് ഞാൻ ലെസൺസ് ഓഫ് ലൈഫിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുഹമ്മദ് അഷ്റഫ് അലി സാറാണ്. PS ഫ്രെയിംസ് എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണറാണ്. സാറിന്റെ ബിസിനസ് ജേർണിയെ കുറിച്ച് നമുക്ക് സാറിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് സാറിന്റെ ബിസിനസ് ജേർണിയിലേക്ക് സാർ കടന്നു വന്നത്? എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് അലി. ഞാൻ വയനാട് പാറക്കലാണ് ജനിച്ചത്. ഞാനൊരു കർഷക കുടുംബത്തിൽ മകനായിട്ടാണ് ജനിച്ചത്. 2 മക്കളാണ് ഞാനും എൻ്റെ പെങ്ങൾ ടീച്ചറാണ്. ഫാദറിന് മക്കളെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാക്കണം എന്നൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീട്ടിലെ ടീച്ചേഴ്സ് താമസിപ്പിച്ചു. അതുകൊണ്ട് അത്യാവശ്യം മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഫാദറിന് സ്കൂട്ടർ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് കോഴിക്കോട് നിന്നാണ് അന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടറൊക്കെ വരും. വയനാട്ടിൽ വെഹിക്കിളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ വെഹിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പുലി ഇറങ്ങി പറയുന്ന പോലെയാണ് ആൾക്കാർ പറയുക, വെഹിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ സൈഡാക്കി ഇടും, ഞങ്ങോട്ട് പോവില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആരാധനാ കഥാപാത്രം അത് വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ആലോചിച്ചു, ഇനി വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവണം എന്ത് ചെയ്യണം? അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു പോളിടെക്നിക്ക് പോലാണ് ഓട്ടോമൊബൈൽ എടുത്താണ് വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവുക. അപ്പോൾ എൻ്റെ ലക്ഷ്യം അത് മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, പോളിടെക്നിക്കിൽ അപേക്ഷ കൊടുത്തു. അത് കിട്ടി കഴിഞ്ഞ് തിരൂർ പോളിടെക്നിക്കിലാണ് കിട്ടിയത്. ആ തിരൂർ പോളിടെക്നിക്കിന് പോയ സമയത്ത് അവിടെ കോഴ്സ് ചേരാൻ നിൽക്കുമ്പോൾ റാഗിങ്ങിന് വേണ്ടി പിള്ളേർ വിളിക്കും. അപ്പോൾ ഞാൻ വാപ്പൻ്റെ അടുത്ത് തന്നെ നിൽക്കും. അപ്പോൾ വാപ്പനെ ചുറ്റിപ്പടുത്ത് പിള്ളേർ വിളിക്കും, ഞാൻ പോവില്ല. അപ്പോൾ വാപ്പ ഒരു ക്യാമ്പിന് പുറത്തേക്ക് പോയപ്പോൾ ഒരു ചെക്കൻ വന്നിട്ട് എൻ്റെ ചെവിയിൽ അന്ന് വരെ കേൾക്കാത്തൊരു ഡയലോഗ് പറഞ്ഞു, നീ ഇവിടുത്തെ നിൽക്കുന്നതിന് ശരിയാക്കി തരണം കൊണ്ട്. ഞാൻ പേടിച്ച് കുറച്ച് പോയി. ഇത് വാപ്പനോട് പറഞ്ഞു. അപ്പോൾ വാപ്പ അന്ന് തന്നെ എന്ത് ചെയ്തു, അപേക്ഷ അയച്ചിട്ട് മീനങ്ങാടി പോളിയിലേക്ക് മാറ്റി. അപ്പോൾ മീനങ്ങാടി പോളിയിൽ ഓട്ടോമൊബൈലില്ല, സിവിലേ ഉള്ളൂ. അങ്ങനെയാണ് ഞാനൊരു സിവിലായിപ്പോയത്. ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും നിർമ്മിതി കേന്ദ്രത്തിൽ എനിക്ക് അപ്രന്റീസായി കിട്ടി. 90s ഏകദേശം വരിക. അപ്പോൾ കോഴ്സിന് നിർമ്മിതി കേന്ദ്രം കയറിയ സമയത്ത് കുറേ ട്രെയിനിങ് കാര്യം കിട്ടും. അതായത് ലോറി ബേക്കർ സാർ, ശങ്കർ സാറൊക്കെ പുതിയ മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടൈമായിരുന്നു. റൈറ്റർ ബോണ്ട്, ഷെല്ലി, ബീം എന്നൊക്കെ പറഞ്ഞ കൺസ്ട്രക്ഷനിൽ നോർമലി ഉണ്ടായിരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഐഡിയാസ് അവർ കൊണ്ടുവന്നു. ഇത് എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തൊരു സംഗതിയായിരുന്നത്. അവിടെ നിർമ്മിക കേന്ദ്രത്തിലെ സൈറ്റിൽ തന്നെയാണ് തന്നെ ഇങ്ങനത്തെ കാസ്റ്റിങ്ങിലായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. ഓഫീസ് വർക്ക് ചെയ്ത് ഇഷ്ടമല്ലായിരുന്നു. അപ്പം ആ സമയത്ത് നിർമ്മിക കേന്ദ്രത്തിൽ പുതിയ കോൺക്രീറ്റ് ഡോർ വിൻഡോസിന്റെ ഫ്രെയിംസ് ഒക്കെ റൂർക്കി സർവകലാശാലയിൽ നിന്നൊക്കെ പുതിയ മോഡലൊക്കെ വന്നായിരുന്നു. ഈ മോഡൽ വെച്ച് അവിടെ ഡോർ വിൻഡോ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസം മെനക്കെട്ടിട്ട് അതിനെക്കാട്ടി ഒരു നല്ല രീതിയിലുള്ള ഡോർസും വിൻഡോസും എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ ഒരു സ്കില്ല് അതാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്നിട്ട് നിർമ്മിതിയിൽ 3-4 വർഷം കൂടി തുടർന്ന് പോകുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞും എനിക്ക് അതിനോടൊരു മടുപ്പ് തോന്നി തുടങ്ങി. നിർമ്മിതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു ഫേം ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അപ്പോൾ അതിൻ്റെ മോൾഡും കാര്യങ്ങളൊക്കെ രാത്രിയിൽ പോയി നിന്നിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഫേം SSI രജിസ്റ്റർ ചെയ്തു. ഫേമിൻ്റെ പേര് PS ഫ്രെയിംസ് എന്നുള്ള പേരാണ് രജിസ്റ്റർ ചെയ്തത്. കട്ടലുകൾ ഉണ്ടാക്കി തുടങ്ങിയെങ്കിലും ആ സമയത്തൊന്നും കോൺക്രീറ്റിന് ആർക്കും ഒരു വിശ്വാസവും, എല്ലാവരും മരം വെക്കുന്ന ഒരു ടൈമായിരുന്നു. കോൺക്രീറ്റ് പുതിയതായിട്ട് വന്നൊരു പ്രൊഡക്റ്റാണ്, ആർക്കായാലും വിശ്വാസം ഇല്ലായിരുന്നു. ആ സമയത്താണ് കൽപ്പറ്റയിൽ പോലീസ് ഹൗസിംഗ് സൊസൈറ്റി കുറേ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വർക്ക് എടുത്തത് വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ. പുള്ളി ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഡോർസ് വിൻഡോസ് വേണ്ടി കൊട്ടേഷൻ അടിച്ചു. അപ്പോൾ നിർമ്മിതി കേന്ദ്രത്തിൽ നിന്ന് ഞാനാണ് കോൺക്രീറ്റ് ഡോർസിൻ്റെ കൊട്ടേഷൻ കൊടുക്കാനായിട്ട് പോയത്. അത് വേറെ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു.
പക്ഷെ അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുള്ളി പുതിയ കുറേ ആശയങ്ങളുണ്ടായിരുന്നത്. കോൺക്രീറ്റ് ഡോർസ് വിൻഡോ സാധനത്തിന് പുതിയ മെത്തേഡ്സ് വേണം, കുറേ പുതിയ ഡൈകളൊക്കെ ഉണ്ടാക്കണം. അത് നിർമ്മിതി ഡിസ്കസ് ചെയ്തപ്പോൾ ഒഫീഷ്യലായിട്ട് വരുമ്പോൾ അത് നമുക്ക് നടക്കില്ല, നോർമലുള്ള സൈറ്റേ പറ്റുള്ളൂ എന്ന് അത് ഡ്രോപ്പായി പോയി. അപ്പം ഞാൻ ഇങ്ങനെ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വെറുതെ ഒന്ന് പുള്ളിയെ കാണാനായിട്ട് പുള്ളി ലോഡ്ജിൽ താമസിക്കുന്ന ലോഡ്ജിൽ പോയ സമയത്ത് SK സ്കൂളിൽ ഗാനമേള നടക്കുകയാണ്. അപ്പം ഇങ്ങനെ എന്നോട് ചോദിച്ചത് ഗാനമേള ഉണ്ടല്ലോ അതിന് പോകുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ എനിക്കായിരുന്നു വലിയ താല്പര്യമില്ല. ആ പുള്ളിക്ക് ഒന്നും കൂടി എന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഇരുത്തി നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറഞ്ഞു. ആദ്യം ഒന്ന് പുറത്തൊന്ന് സംസാരിച്ചേ. അപ്പം ഞാൻ ഗാനമേളയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്നെ റൂമിലേക്ക് കൂട്ടിയപ്പോൾ സംസാരിക്കാൻ തന്നു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഈ വർക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ സാറേ വർക്ക് എടുക്കാം, പക്ഷെ എനിക്കതിൽ ക്യാപിറ്റൽ എൻ്റെ കയ്യിലില്ല. കുറേ മോൾഡുകൾ ഉണ്ടാക്കണം, അതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. പിന്നെ അതേപോലെ ഡൈ ഉണ്ടാക്കേണ്ട കുറച്ച് എക്സ്പെർട്ടുള്ള വർക്കേഴ്സ് വേണം. അങ്ങനെ പറഞ്ഞു, ഞാൻ 15,000 രൂപ തരാം അഡ്വാൻസ് ആയിട്ട്, 2 വർക്കേഴ്സ് ഞാൻ വിട്ടുതരാം, നീ തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ സാറ് തന്ന ഈ 15,000 രൂപയും സാറിൻ്റെ 2 വർക്കേഴ്സും അത് വെച്ചാണ് ഞാൻ തുടങ്ങുന്നത്. ഈ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അത് സ്മൂത്തായിട്ട് പോയി. ആ വർക്ക് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പോലീസ് ക്വാർട്ടേഴ്സിന്റെ വർക്ക് കോൺക്രീറ്റ് കട്ട്ലൈൻ ചെയ്തുകൊണ്ട് പറ്റൂ എന്ന് കാരണം കൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഈ ഡോർസ് വിൻഡോസ് നല്ല അംഗീകാരം കിട്ടി. അതുപോലെ ഞങ്ങളുടെ PS ഫ്രെയിംസ് സ്ഥാപനത്തിൽ നല്ല അംഗീകാരം കിട്ടി. പിന്നെ അങ്ങോട്ടേക്ക് നല്ല സെയിൽസ് ബൂമിംഗ് ആയി വന്നു. ഈ സെയിൽസ് ബൂമിംഗ് ആയി വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങൾ ഡോർസ് സ്റ്റാൻഡ് ബൈ ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാൻഡ് ബൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്പേഴ്സ് കൂട്ടാൻ പറ്റൂല. സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റോഡ് സൈഡിലൊക്കെ കാണാൻ കോൺക്രീറ്റ് കട്ട്ലൈൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാൻഡിൽ കോൺക്രീറ്റ് ഡൈ അവിടെ വെക്കും, അതിന്റെ മുകളിൽ കോൺക്രീറ്റ് കോരി ഒഴിക്കും, പിറ്റേ ദിവസം എടുത്ത് മാറ്റി വെക്കും. അപ്പോൾ എത്രത്തോളം സ്റ്റാൻഡ് വെക്കും അത്രത്തോളം പിന്നെ കാസ്റ്റിംഗ് മാത്രമേ നമുക്ക് നടക്കുള്ളൂ. അതിൽ കോൺക്രീറ്റ് ഓരോ ഡൈയിലേക്കും ഉന്തുവണ്ടി കൊണ്ടുവന്ന് കോരി ഒഴിക്കുന്ന സിസ്റ്റമാണ്. ഇപ്പോഴും എല്ലാവരും ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഇത് തന്നെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് ഇതിനകത്ത് മാറിയാൽ മാത്രമേ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും ചിന്താഗതി ഉള്ളത് കൊണ്ടും എനിക്ക് മെക്കാനിക്കലോട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു മെക്കനൈസേഷൻ ചെയ്യാം എന്നൊരാഗ്രഹം. സിവിലിനെക്കാട്ടും കൂടുതൽ എനിക്ക് മെക്കാനിക്കലാണ് ഇഷ്ടം. എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിലുള്ള അതായതുകൊണ്ട് എനിക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയി. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ട്, നല്ലൊരു എമൗണ്ട് ഫണ്ട് വേണം. അത് അങ്ങനെ പല ബാങ്കുകൾ സമീപിച്ചു. SBIക്കാർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇതിൻ്റെ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് സക്സസ് ആണോ ഇല്ലയോ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു എഞ്ചിനീയർ വന്നായിരുന്നു. എഞ്ചിനീയർ വന്നിട്ട് ഞാൻ അയാളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിങ്ങനെ റൊട്ടേറ്റിംഗ് ടൈപ്പാണ്, ഇതിനകത്ത് മോൾഡ് വരും, ഒരു സ്ഥലത്ത് നിന്ന് കോൺക്രീറ്റ് സെറ്റ് ചെയ്യും, മറ്റൊരു സ്ഥലത്ത് നിന്ന് കോൺക്രീറ്റ് ഇടും, കോൺക്രീറ്റ് ഇടുന്ന ഒരു സ്ഥലത്ത് അസംബ്ലിങ് വേറെ എന്നൊക്കെ പറഞ്ഞ പുള്ളി പറഞ്ഞു. ഇതൊക്കെ പറയുന്നതൊക്കെ ഇതൊക്കെ നടക്കുമോ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, ഇതൊക്കെ എൻ്റെ മനസ്സിൽ മാത്രമുള്ള കാര്യമാണ്. അപ്പം ഇത് സക്സസ് ആക്കാൻ പറ്റുമോ ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്താ സക്സസ് ആക്കിയേ വിടുള്ളൂ, ഇത് എൻ്റെ വാശിയാണ്. ആ ഒരു ഇതിനകത്താണ് പറഞ്ഞാൽ എന്നാൽ ഓക്കെ ഞാൻ പാസ്സായി തന്നെ. അങ്ങനെ ഒരു 65 ലക്ഷം രൂപ അതായത് ലോൺ പാസ്സാക്കി. ആ എമൗണ്ട് വെച്ചിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് മെക്കനൈസേഷനിലേക്ക് മാറ്റിയത്. ആ മെക്കാനിസം മാറ്റുന്നതിന് മുമ്പ് ഞാനൊരു 2 ആഴ്ച കോയമ്പത്തൂർ, ബാംഗ്ലൂരും എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് എന്തൊക്കെയാണ് മാർക്കറ്റിൽ ആ സമയത്ത് കിട്ടാനുള്ള മാക്സിമം സാധനം നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ അന്ന് യൂട്യൂബൊന്നും കാര്യമായിട്ടില്ല നോക്കി കോപ്പി അടിക്കാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ സുഖമായിട്ട് കോപ്പി അടിക്കാൻ പറ്റും, ഒന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നില്ല. അങ്ങനെ പോയിട്ടാണ് ഈ സാധനം ചെയ്തത്. അപ്പോൾ അത് പിന്നെ അതൊന്നും യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കോപ്പി അടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ 2.5 വർഷത്തോളം എനിക്ക് സമയം കളയേണ്ടി വന്നു ഒന്ന് സക്സസ് ആക്കി എടുക്കാനായിട്ട്. ഈ കൺവെയർ ബെൽറ്റ് കറങ്ങുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അത് ആ ട്രാക്കിൽ കറക്റ്റ് ഓടിക്കിട്ടാൻ തന്നെ 6 മാസം എടുത്തു ആ ഒരു സിസ്റ്റം ഡെവലപ്പ് എടുക്കാനായിട്ട്. ഈ സിസ്റ്റം വരുന്നത് എങ്ങനെ വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു കോൺക്രീറ്റ് അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കോൺക്രീറ്റ് കൊണ്ട് ഒഴിക്കുക ചെയ്യാം. അപ്പോൾ സെറ്റാക്കുന്ന ആൾക്കാർ ഒരു മോൾഡ് കഴിഞ്ഞ് അടുത്ത മോൾഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഇപ്പോഴെന്താ വെച്ചാൽ ഓരോ മോൾഡുകളും ഓരോ ആൾക്കാർ മുന്നിലേക്ക് വരും. അസംബിൾ ചെയ്യുന്നതിന് അസംബിൾ ചെയ്യാം, കമ്പി ഇടുന്ന കമ്പി ചെയ്യാം, കോൺക്രീറ്റ് ഇടുന്ന വേറെ സ്ഥലത്ത് കോൺക്രീറ്റ് ഇടാം, ഫിനിഷ് ചെയ്യാം. അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആകുമ്പോൾ എത്ര മോൾഡുകൾ വേണമെങ്കിൽ ഓർഡർ കൂടുന്നതനുസരിച്ച് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മോൾഡുകൾ മാറ്റാം, നമ്പേഴ്സ് കൂട്ടിയെടുക്കാം. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതിനകത്താണ് ഞങ്ങൾക്ക് ഒരു പിന്നെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി, അത് 1000 പീസ് ഉണ്ടാക്കിയാലും 100 പീസ് ഉണ്ടാക്കിയാൽ എത്രയാണെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി സെയിം ആയിരിക്കും. മറ്റത് ഓരോ പീസിനകത്ത് ഒരാൾ വിചാരി വെക്കാൻ മറന്നുപോയോ, അലൂമിനിയം ബ്ലോക്ക് വെക്കാൻ മറന്നു, ഇതൊക്കെ നോക്കാൻ ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ കറക്റ്റ് 100 പീസാണെങ്കിലും 50 പീസാണ് എത്രയാ വരുന്നോ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പറ്റും. ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ്
അപ്പോൾ ബാക്കിയുള്ളൊരു ഞങ്ങൾ നല്ല ലെവൽ വ്യത്യാസം വന്നു. ബാക്കി കോൺക്രീറ്റ് കട്ടിൽ ഉണ്ടാക്കുന്ന ഒരു PS ഫ്രെയിംസിന്റെ കട്ടിലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അവിടെയാണ് വന്നത്. അപ്പോൾ ഇത് നമ്പേഴ്സ് കൂടി കഴിയുമ്പോൾ ഇനി വെള്ളത്തിൽ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ 7 ദിവസം വെള്ളത്തിൽ ഇറക്കുന്ന മസ്റ്റാൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി തന്നെ ഒരു ക്രെയിൻ സെറ്റപ്പ് ചെയ്തു. 7 ദിവസം വെള്ളത്തിൽ ഇടാത്തിട്ട് ക്യൂർ ചെയ്യുന്ന സിസ്റ്റം. അതുപോലെ ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ എണ്ണം കൂടിയപ്പോൾ ആൾക്കാർ കയ്യിൽ ലോഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലോഡിങ്ങിന് വേറെ ക്രെയിൻ സെറ്റപ്പ് ചെയ്തു. ക്രെയിൻ സെറ്റപ്പ് ചെയ്തപ്പോൾ നമ്പേഴ്സ് കൂടിയപ്പോൾ പിന്നെ സൈറ്റിൽ കൊണ്ട് ഇറക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ എന്തെങ്കിലും ലോറിക്കകത്ത് ക്രെയിൻ സെറ്റപ്പ് ചെയ്തു. ഇങ്ങനെയാണ് ഞങ്ങൾ കോൺക്രീറ്റിന്റെ ആ ഒരു പ്രൊഡക്ഷന്റെ രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കട്ട്ലൈൻ ജെല്ലും ഉണ്ടാക്കുന്ന ഈ ഒരു സിസ്റ്റം മെക്കാനൈസേഷൻ വന്നതോടുകൂടി എൻ്റെ ഹെഡേക്കും കഴിഞ്ഞു. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറയോ എന്നുള്ളൊരു ആ പേടിയൊക്കെ മാറി. കാരണം ഞാനുണ്ടെങ്കിലും ഞാനില്ലെങ്കിലും ഈ സിസ്റ്റം വർക്ക് ചെയ്തോളും, പ്രൊഡക്റ്റ് വന്നോളും. അതിനകത്ത് വർക്കേഴ്സിനും അവിടെ ആര് വന്നിരിക്കുന്നു എന്നുള്ള പ്രശ്നമല്ല, ആ സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ കുറഞ്ഞു. എനിക്ക് പണിയിലുണ്ടായപ്പോൾ ഞാൻ അടുത്ത പ്രൊഡക്റ്റിനെ പറ്റി അന്വേഷിച്ചു. അതിനാണ് കോമ്പൗണ്ട് വാൾസിലേക്ക് ഞങ്ങൾ മാറുന്നത്. കോമ്പൗണ്ട് വാൾസ് ചെയ്യുമ്പോൾ കുറേ വെറൈറ്റി ആയിട്ടുള്ള കോമ്പൗണ്ട് വാൾസൊക്കെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. സ്നേഹമതിലും പിന്നെ വലിയ സൈസിലുള്ള. അപ്പോഴത്തേക്ക് ആ സമയത്തൊക്കെ കുറേ യൂട്യൂബ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബൊക്കെ കാണുന്ന സമയത്ത് പുറമേയുള്ളൊക്കെ തന്നെ ക്രെയിനിൽ ലിഫ്റ്റ് ചെയ്യുന്ന മതിലുകൾ. അപ്പോൾ എനിക്ക് മെഷീനായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സാധനം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു പുതുക്കുന്ന മതിലുണ്ടാക്കുന്ന ആഗ്രഹം വന്നു. അങ്ങനെ ആണ് ഒരു 2 ടണ്ണോളം വെയിറ്റ് വരുന്ന മതിൽ ഉണ്ടാക്കിയത്. ആ മതിലുണ്ടാക്കി അവിടെ വെച്ചപ്പോൾ ആരും കൊണ്ടുവന്നില്ല. ചെറിയ മതിലുകളെ വയനാട്ടിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ മതിലിപ്പോൾ ഉണ്ടാക്കി വെച്ച് കാര്യമില്ല, സെയിൽ ചെയ്യണമല്ലോ. അവർ മാർഗം നോക്കുമ്പോൾ ഇന്ത്യ മാർട്ടിനകത്ത് ഒരു ഓപ്ഷൻ കണ്ട്. അതായത് ഇന്ത്യയിൽ എവിടെയും നമുക്കിത് പരസ്യം കൊടുക്കാനുള്ള ഓപ്ഷൻ കണ്ട്. അങ്ങനെ ഇന്ത്യ മാർട്ട് കൊടുത്തു. ഇന്ത്യ മാർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് എൻക്വയറീസ് തുടങ്ങി. നമ്മൾ ഇന്ത്യ മാർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർണാടക തമിഴ്നാട്ടിലാണ് കോമ്പൗണ്ട് വാൾസിന് എൻക്വയറീസ് കൂടുതൽ വരുന്നത്. പക്ഷേ വരുന്ന എൻക്വയറീസ് മുഴുവൻ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മെയിനായിട്ട് കാരണം ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ നിന്ന് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ട്. അതായത് മെറ്റീരിയലും സിമെൻറ്റും ഒക്കെ അവിടെ നിന്ന് വരുന്നു. ആ സാധനം ഇവിടെ കൊണ്ടുപോകുമ്പോൾ കോസ്റ്റ് കൂടും, ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ട് ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് സൈറ്റിൽ കൊണ്ടുപോയി കാസ്റ്റ് ചെയ്താലുള്ള തോട്ട് വരുന്നത്. അപ്പോൾ സൈറ്റിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ കാസ്റ്റ് ചെയ്യാം എന്നൊരു മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുമ്പോഴാണ് ഇന്ത്യ മാർട്ടിൽ എൻക്വയറി വരുന്നത്. എറണാകുളത്ത് ലുലു ഗ്രൂപ്പിന് വേണ്ടി ഒരു കോമ്പൗണ്ട് വാൾ ചെയ്യണം. അതിൻ്റെ കൺസൾട്ടൻറ്റ് ടാറ്റ ഗ്രൂപ്പാണ്. ഇത് കണ്ടതോടുകൂടി ചാടി അവരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ചോദിച്ചു, ഇതൊരു നോർമലി ഉള്ള മതിലല്ല, 2.5 മീറ്റർ ഹൈറ്റും 3 മീറ്റർ നീളവും വരും, പില്ലേഴ്സ് പ്രീകാസ്റ്റ് ആണ്, അതുമല്ല അത് സൈറ്റിൽ വെച്ച് കാസ്റ്റ് ചെയ്യണം. അപ്പം എനിക്ക് പറ്റിയ ഒരു സാധനം അവിടെ കിട്ടി. സൈറ്റിൽ കാസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിന് പറ്റിയ സാധനം കിട്ടി. അടുത്ത ഒരു വെല്ലുവിളി എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞൊരു പാറ്റേൺ ഒരു 1 സൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു, കാരണം എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പറഞ്ഞു ചെയ്യാം. അത് ഓക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അടുത്ത കൊറി വന്നു, 2 സൈഡ് ചെയ്യാൻ പറ്റുമോ? അത് ഓക്കെ പറഞ്ഞു. അത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത കൊറി പില്ലറിലെ ഡിസൈൻ വേണം ചെയ്യാൻ പറ്റുമോ? അതും ഓക്കെ എന്ന് പറഞ്ഞു. കാരണം അന്ന് എന്ത് ചെയ്യാമെന്ന് അറിയുന്നില്ല. ഓക്കെ പറഞ്ഞു. ഇതൊരു ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞു 3 മാസം കൊണ്ട് വർക്ക് തീർക്കണം എന്നുള്ള കണ്ടീഷന്. അപ്പൊ ഭയങ്കര വെല്ലുവിളിയായി. പിന്നെ രാവും പകലും പണിയെടുത്തിട്ട് ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ ആ മോൾഡ് സാധനം സൈറ്റ് സെറ്റ് ചെയ്തു. അതിന്റെ വൈബ്രേഷൻ ടേപ്പും കാരണമൊക്കെ സെറ്റ് ചെയ്തു. ടെസ്റ്റ് അടിക്കാൻ വരെ ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല. കാരണം അവിടെ ടൈം ഉള്ളതുകൊണ്ട് ബാക്കി കുറച്ച് വർക്കൊക്കെ സൈറ്റിൽ പോയിട്ടാണ് ചെയ്തത്. അപ്പൊ അവർ പറഞ്ഞ കണ്ടീഷൻ പ്രകാരമുള്ള ഡിസൈൻസ് മോൾഡിൽ വരണമെങ്കിൽ ഫൈബർ, കോൺക്രീറ്റ്, WPC, ഇരുമ്പ് ഇതെല്ലാം കൂടി മിക്സായിട്ടൊരു മോൾഡ് സെറ്റപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുമല്ല കാസ്റ്റിംഗ്, വെർട്ടിക്കൽ കാസ്റ്റിംഗ് ചെയ്താൽ മാത്രമേ 2 സൈഡ് ഡിസൈൻ കിട്ടും, പ്രീസസും ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ അതിനകത്ത് മെയിനായിട്ട് വെല്ലുവിളിയിലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റി. ആ മോൾഡ് വെർട്ടിക്കലായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ട് അടിയിൽ വൈബ്രേഷൻ കൊടുത്ത് ചെയ്യാം സെറ്റപ്പിലാക്കാണ് ഞങ്ങൾ എത്തിയത്. ഈ മോൾഡുകളൊക്കെ ഞങ്ങളുടെ ഫാക്ടറിയിൽ തന്നെയാണ് സെറ്റപ്പ് ചെയ്ത് CNC മെഷീൻ എടുത്തിട്ട് മെഷീനിൽ ഞങ്ങൾ ഡിസൈൻ പാറ്റേൺ കൊടുത്ത് അത് കട്ട് ചെയ്തിട്ടാണ് ആ ഡിസൈൻസൊക്കെ ഉണ്ടാക്കിയത്. അതിന് ആദ്യമായിട്ടുള്ള ഫാക്ടറിയിൽ ഞങ്ങൾക്ക് സാമ്പിൾ ചെയ്ത് നോക്കാൻ പറ്റിയില്ല. സൈറ്റിൽ വന്നിട്ടാണ് സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ ടാറ്റൻ എഞ്ചിനീയേഴ്സും ലുലുവിൻ്റെ എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ട്. അതിനുള്ളിൽ ഫസ്റ്റ് പീസ് ഇട്ടു, എടുത്തപ്പോൾ കംപ്ലീറ്റ് ഹോൾസ് അത് നോക്കിയപ്പോൾ അത് കംപ്ലീറ്റ് പോയി. ഫസ്റ്റ് ദിവസം കോൺഫിഡൻസ് പോയ പോലെയായിരുന്നു. പിന്നെ ഞങ്ങളൊരു 3-4 ദിവസം എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ പഠിച്ചത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ പീസുകളും ഓക്കെ ആയി, കറക്റ്റായിട്ട് കിട്ടി. സൈറ്റിൽ
കാസ്റ്റിംഗ് തുടങ്ങിയ സമയത്തിന്റെ പ്രശ്നം തന്നെ പ്രീ സ്ട്രെസ് ആയതുകൊണ്ട് ഇതിന്റെ എത്ര ടെൻഷൻ നമ്മൾ കറക്റ്റ് വർക്കേഴ്സിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് ടെൻഷനിൽ കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്തു, അതിന്റെ കൂടെ കുറച്ച് ഇലക്ട്രോണിക്സും കൂടെ ആഡ് ചെയ്തു. പ്രഷർ സ്വിച്ചുകളൊക്കെ വെച്ചിട്ട് കറക്റ്റ് എത്ര പ്രഷറിൽ കട്ട് ഓഫ് ആവണം, എത്ര ടെൻഷൻ വേണം എന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഹെഡേക്ക് മാറി. അല്ലെങ്കിൽ അവിടെ വർക്കേഴ്സ് മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രഷർ ഒരുത്തിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ മാറുമ്പോൾ നമുക്ക് പ്രഷർ മാറിപ്പോകും, അതിന്റെ ടെൻഷനിങ്. അതുകൊണ്ട് അവിടെ ഈ പ്രഷർ സ്വിച്ചും കാര്യങ്ങളും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു തലവേദന അവിടെ നിന്ന് ഒഴിവാക്കി കിട്ടി. ആ ഒരു ഭാഗം ഓക്കെ ആയി. അപ്പൊ ഇത് ഈ ലുലുവിന്റെ കോമ്പൗണ്ട് വാൾ ചെയ്തതോടുകൂടി ഇത്രയും വലിയ പീസും നമുക്ക് ചെയ്യാം എന്ന കോൺഫിഡൻസ് വന്നു. അപ്പോഴാണ് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് വീട് ചെയ്താലോ എന്ന് ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു കസ്റ്റമർ കിട്ടണം, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് പണ്ട് ഞങ്ങൾ കോമ്പൗണ്ട് വാൾ ചെയ്ത സമയത്ത് ഒരു ഗൾഫത്തെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്പീഡ് വർക്കൊക്കെ കണ്ടു നിങ്ങൾക്ക് ഈ മെത്തേഡിൽ നിങ്ങൾ വീട് ചെയ്തൂടെ എന്നൊരു ചോദ്യം അന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചു, സാറ് എനിക്കിപ്പോൾ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, ടെക്നോളജി ആയിട്ടുണ്ട്, അതിൻ്റെ ഐഡിയാസൊക്കെ വന്നിട്ടുണ്ട്, സാറ് ഓക്കെ ആണോ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാമോ. അങ്ങനെ ഞങ്ങൾ ബത്തേരിയിലാണ് 2022 ലാസ്റ്റോടുകൂടി ഒരു ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തു. കോട്ടേഴ്സ് ബിൽഡിംഗ് ആണ്, 4200 സ്ക്വയർ ഫീറ്റിൽ ബിൽഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തുടങ്ങിയ സമയത്ത് ഞങ്ങളൊരു 5-6 മാസം കൊണ്ട് തീർക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ 1 കൊല്ലത്തോളം വഴി തീർക്കുക. കാരണം വെച്ചാൽ മഴയും കാര്യങ്ങളും ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ക്രെയിന് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. ആ ക്രെയിന് മഴ കാരണം ക്രെയിൻ താഴ്ന്നു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പക്ഷെ ഡിലേ. എന്നാൽ ഞങ്ങൾ പിന്നെ വലിയ ക്രെയിന് കൊണ്ടുപോയി രണ്ടാമത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ആ ചെയ്തതിൻ്റെ മെയിൻ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ വീടുണ്ടാക്കി കളിക്കുമല്ലോ, ചെറിയൊരു കടലാസ് കഷ്ണം വെച്ച് കൂട്ടിയിട്ട് കടല പൊട്ടിച്ചുണ്ടാക്കുമല്ലോ, ഇതേ മെത്തേഡ് തന്നെയാണ് പ്രീകാസ്റ്റ് വീടും ചെയ്യുന്നത്. നോർമലി ഇപ്പോൾ ഓൾറെഡി ഉള്ളത് പ്രീകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാക്ടറിയിൽ മെയ്ഡ് ചെയ്തിട്ട് സൈറ്റിൽ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന മെത്തേഡാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ സൈറ്റ് കാസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഒരു ചുമര് എത്രയാണോ നീളം, 3 മീറ്ററിൽ 3, 4, 5 എത്ര മീറ്റർ, ആ മീറ്റർ നീളത്തിൽ ഒരു ചുമര് വാർക്കുന്നു. അതിൽ സൺഷെയ്ഡും ജനലും വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ചെയ്യാം. ഇത് 4 പീസ് കൂട്ടി വെച്ചിട്ട് ജോയിന്റ് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കോർണറിൽ കോൺക്രീറ്റ് ചെയ്താണ് ഫിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ മിസ്റ്റർ അബ്ദുൾ ഗഫൂർ, അദ്ദേഹത്തെ പരിചയപ്പെടാം. ഹലോ സാർ. ഇതാണ് മിസ്റ്റർ ഗഫൂർ, ഈ ബിൽഡിങ്ങിൻ്റെ ഓണറാണ്. ബ്രദേഴ്സിൻ്റെ വൈഫ് അഫ്സ. അപ്പോൾ സാറ് ഈ ഒരു ബിൽഡിങ്, അതൊരു പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിങ്, അത് ഇവിടെ കേരളത്തിൽ എവിടെയും ഇല്ല, വയനാട് തീരെയില്ല, ഗൾഫ് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാർ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? ഇതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു NRI ആണ്. ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനത് ഗൾഫിൽ കണ്ടിട്ടുണ്ട്. വിത്തിൻ 3 months 4 months കൊണ്ട് കംപ്ലീറ്റ് ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞ് ബിൽഡിങ്ങിൻ്റെ പണി തീർത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ളത്. അത് കാരണമാണ് ഞാൻ ഇതിലേക്ക് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയത്. ഒരു 3-4 വർഷമായി. അതിനുശേഷം എനിക്ക് കണ്ടുകെട്ടാൻ കിട്ടിയത് മിസ്റ്റർ അഷറഫ് ഖാനെയാണ്. അഷറഫ് ഖാൻ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്ത്, ഞാൻ അതേപോലെ അഷറഫ് ഖാനെ സപ്പോർട്ട് ചെയ്ത് രണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് എനിക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാരും പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരും ലൈവായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുള്ള രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈവായിട്ട് തന്നെ കാണാനുള്ള എല്ലാ സെറ്റപ്പും അഷറഫ് ഖാൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽസിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും 100% അഷറഫ് ഖാൻ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഫാക്ടറിയിൽ നിന്ന് നിർമ്മിച്ചു കൊണ്ടുവന്ന റെഡിമെയ്ഡ് ഫൗണ്ടേഷനുകൾ ഉറപ്പിച്ചതിന് ശേഷം അതിനകത്ത് സൈറ്റിൽ കാസ്റ്റ് ചെയ്ത പ്രീകാസ്റ്റ് പില്ലറുകൾ ഇറക്കി വെച്ച് ഗ്യാപ്പ് കോൺക്രീറ്റ് ചെയ്താണ് ഫൗണ്ടേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഫാക്ടറിയിൽ നിന്ന് നിർമ്മിച്ചു കൊണ്ടുവന്ന റെഡിമെയ്ഡ് കോൺക്രീറ്റ് ഫൗണ്ടേഷനുകളും സൈറ്റിൽ വെച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് പില്ലറുകളും ആണ് ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് സെപ്റ്റിംഗ് ടാങ്ക്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റ്, റീറ്റെയിനിങ് വാൾ തുടങ്ങിയവയുടെ നിർമ്മാണം ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ പൂർത്തീകരിച്ചു. പ്ലിന്ത് ബീമുകൾക്കിടയിലുള്ള മണ്ണ് ഇടിച്ചുറപ്പിച്ച് പ്ലാസ്റ്റിക് കവറുകൾ നിരത്തി അതിനു മുകളിൽ കമ്പി കെട്ടി 4 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് പ്ലിന്ത് ലെവൽ സ്ലാബ് നിർമ്മിച്ചിരിക്കുന്നു. ക്യൂറിംഗ് കഴിഞ്ഞ വാൾ പാനലുകൾ ക്രെയിൻ ഉപയോഗിച്ച് സ്ലാബിന് മുകളിൽ ഉറപ്പിക്കുന്നു. ഫ്ലോറും വാളും തമ്മിലുള്ള ജോയിന്റ്സ് ഗ്രൗട്ട് ചെയ്ത് ചുമരുകൾ തമ്മിൽ വെൽഡ് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുന്നു.
വീടിനാവശ്യമായ ചുമരുകൾ നിർമ്മിച്ചിരിക്കുന്നത് സൈറ്റ് കാസ്റ്റിംഗ് മെത്തേഡിലൂടെയാണ്. വാൾ പാനലുകൾ സൈറ്റിൽ തന്നെ നിർമ്മിച്ച് 16 മണിക്കൂറിന് ശേഷം ലിഫ്റ്റ് ചെയ്ത് 5 ദിവസം വാട്ടർ ക്യൂറിംഗ് ചെയ്തതിനു ശേഷം ഇൻസ്റ്റലേഷൻ ആരംഭിക്കും. പ്ലംബിങ്ങിനും ഇലക്ട്രിക്കലിനും ആവശ്യമായ പൈപ്പുകൾ നിർമ്മാണ സമയത്തു തന്നെ ഉറപ്പിക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചത്. റൂഫ് സ്ലാബ് തട്ടടിച്ച് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. ആയതിനാൽ ചുമരുകളുമായി കൂടുതൽ ബോണ്ടിംഗ് ലഭിക്കുന്നതാണ്. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് പൈപ്പുകൾ നിർമ്മാണ സമയത്തു തന്നെ ചുമരിനകത്ത് ഉറപ്പിച്ചിരിക്കുന്നു. ഒന്നാം നിലയിലെ ചുമരുകൾ ജോയിന്റ്സ് വെൽഡ് ചെയ്തും കോൺക്രീറ്റ് ചെയ്തുമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ബാത്റൂമുകളിൽ FRP വാട്ടർ പ്രൂഫിംഗ് ചെയ്തതിനു ശേഷം അതിനു മുകളിലാണ് ടൈൽ ഉറപ്പിച്ചിരിക്കുന്നത്. വാതിൽ ജനൽ ഫ്രെയിമുകൾ കോൺക്രീറ്റും ഷട്ടറുകൾ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്കും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം സാധാരണ നിർമ്മാണ രീതിയിൽ ചെയ്യുന്നതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്.